എല്ലാവർക്കും ബ്ലാക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫേസ് ക്രീമാണ്. എല്ലാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഫേസ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി കെമിക്കൽ വരുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആര്യവേപ്പിലയാണ് എടുത്തേക്കുന്നത്. ഒരു പിടി എടുത്തിട്ടുള്ളൂ. നന്നായി മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. ഇതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, എപ്പോഴും അറിയാവുന്നതല്ലേ. എന്നിട്ട് നന്നായി ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിടിയിൽ നിന്ന് നമുക്ക് ഇത്രയാണ് കിട്ടുക, ഇത്ര തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്യണേ. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോണം ചെയ്യാം, പക്ഷെ കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഗുണങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് നല്ലത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ചപ്പോൾ ആഡ് ചെയ്ത വെള്ളം കൂടെ ഒന്ന് വറ്റി നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ വരാനായിട്ടാണ് ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത്. ഇതിനകത്ത് വെള്ളം നന്നായി കുറുകി വരണ വരെ ഞാനിതൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് മാത്രമാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ഫേസിലേക്ക് എത്രയാണോ അപ്ലൈ ചെയ്യാൻ വേണ്ടത് അത്ര മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഇങ്ങനെ റണ്ണിങ് ആയിട്ടിരിക്കില്ല. ഇതിനകത്തേക്ക് ഞാനൊരു തുണ്ട് മാത്രം കറ്റാർവാഴയുടെ ജെല്ലെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പുറത്തുനിന്ന് വാങ്ങിയതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം കൊണ്ടാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. മാത്രമല്ല ഇത് നന്നായിട്ട് അബ്സോർബായി പോകും നമ്മുടെ സ്കിന്നിലേക്ക്. പിന്നെ ഇത് നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിന് നല്ലൊരു ഗ്രീൻ ടിൻറ്റ് വരും. ഇതിനകത്ത് നമ്മൾ വേറെ ഇത് വെള്ളമൊക്കെ നന്നായി വറ്റിച്ച് എക്സ്ട്രാക്റ്റ് മാത്രമാണല്ലോ എടുത്തേക്കുന്നത്. അത് കാരണം കൊണ്ട് നല്ല ടിൻറ്റ് വരും. അത് കാരണം നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് നേരം സ്കിന്നിൽ വെച്ച് അങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകിക്കളയാം. പകലായാലും യൂസ് ചെയ്യാം, അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഗ്രീൻ കളറ് കുറച്ച് ഇങ്ങനെ കാണും. ഞാൻ ബ്ലാക്ക് ആയ കാരണം എനിക്ക് അത്രയ്ക്ക് കാണില്ല, പക്ഷേ ഇത്തിരി ഫെയർ ആയിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലായ കാരണം കൊണ്ട് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാൻ ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ജെല്ലായ കാരണം കൊണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായി നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല രസമായിട്ട് നല്ല ജെല്ല് ബേസായിട്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ നന്നായിട്ട് കുരുക്കളുള്ള പിള്ളേരുണ്ടാവില്ലേ, അതായത് നന്നായി വേദനയൊക്കെ എടുക്കണ കുരുക്കളുള്ളത്, റോസ് കളറിൽ കുരുക്കളൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്രീമാണ്. നിങ്ങൾ എന്തായാലും ഒരാഴ്ചയെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ക്രീമാണ്. പിന്നെ ഇതിന് നന്നായിട്ട് ഗ്രീൻ ടിൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നൈറ്റ് ഫേസിൽ പരട്ടിയിട്ട്, അതായത് നമ്മൾ കറ്റാർവാഴയൊക്കെ പരട്ടി കിടക്കില്ലേ, അതേമാതിരി പരട്ടി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ അതിന് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഫേസിൽ വയ്ക്കാൻ ശ്രമിക്കുക. പകൽ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളുത്ത കുട്ടികൾക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ കളർ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബാവും പെട്ടെന്ന്. നമ്മൾ മാസ്ക് ഇടുന്ന മാതിരി ഒന്നുമല്ല, ശരിക്കും നമ്മുടെ കറ്റാർവാഴ എങ്ങനെയാണോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുക അതേമാതിരി തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിട്ട് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസൊന്നുമില്ല, പിമ്പിൾ വന്ന പാടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഞാനത് ഇട്ട് കാണിച്ചു തരാത്തത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ടിൻറ്റ് ഗ്രീൻ കളർ എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കയ്യിലിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മിക്കതും രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ കിട്ടും, സ്കിന്നൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയം കൂടി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം. അപ്പം തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറായിട്ടിരിക്കണം, കണ്ടില്ലേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.